ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ പതിവിലും അധികമായിട്ട് ABVPക്ക് കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടായി എന്നുള്ള തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത്. സാറ് അവിടുത്തെ ഒരു കലാലയവുമായി ബന്ധപ്പെട്ട് സാർ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ സാറിന് അറിയാൻ കഴിയും. സാറിന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒന്ന് പറയാം. ABVP തീരെ ഇല്ലാത്തൊരു ക്യാമ്പസ് അല്ല അത്. ABVPൻ്റെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ പോലും എനിക്ക് തോന്നുന്നു അവിടെ ടോട്ടൽ ഒരു 1000 വോട്ട് അവർക്കുണ്ട് അവിടെ പല പല രീതിയിലാണ്. എല്ലാം കൃത്യമായി വീഴണമെന്നില്ല, പക്ഷെ അവർക്ക് ഒരു ഫിക്സ്ഡ് വോട്ടുള്ള സ്ഥലമാണ്. അപ്പം അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഓരോ സ്കൂളാണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സ്കൂൾ ഓഫ് നാച്ചുറൽ സയൻസ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൽ ഈ നാച്ചുറൽ സയൻസ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ ABVPക്ക് മേൽക്കൈയുണ്ട്. സയൻസ് പഠിക്കുന്ന ആളുകൾക്കിടയിലാണ് ABVPക്ക് മേൽക്കൈ. സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്കൂളുകൾ. അതിൽ ഇപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലാണെങ്കിൽ അതിൽ ഹിസ്റ്ററി വരും, ഇക്കണോമിക്സ് വരും, സോഷ്യോളജി വരും. ഇതൊക്കെ പിന്നെ സോഷ്യൽ മെഡിസിൻ എന്ന് വന്നിട്ട് വേറെ സാധനമുണ്ട്. ഇതെല്ലാം അവിടെ വരുന്നതാണ്. ഫിലോസഫി ഇതൊക്കെ വരും. അപ്പം ഇതിൽ സ്കൂൾ ഓഫ് ലാംഗ്വേജസിലും ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന ഈ സെക്യുലർ പാർട്ടികളുടെ വിദ്യാസംഘടനകൾ, അതായത് NSU, SFI, ഐസ, DIC അങ്ങനെ DIC അല്ല, ഒരു കൊല്ലത്തേൻ ഉണ്ടാക്കിയൊരു മാവോയിസ്റ്റ് സാധനമുണ്ട്. അവരാണ് നാളെ അവിടുത്തെ കാശ്മീർ അനുകൂല മുദ്രാവാക്യം കൊടുത്തത്, DSU. അത് ഒരു DSU എന്നൊക്കെ പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. കുറച്ച് സോക്കോൾഡ് ഈ ഭ്രാന്ത് തലയ്ക്ക് കുറച്ച് പിള്ളേർ അവരെ വൈതെറ്റിക്കുന്ന ഒരു റോണി നേറ്റം വന്ന ഒരു കൊല്ലത്തേനുണ്ടായിരുന്നു. അവനാണ് അതിൻ്റെ എനിക്ക് എന്നോട് സംസാരിച്ചിരുന്നു. എനിക്ക് എന്താ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഗംഗാധാമ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഗംഗാധാമയിൽ വന്ന് അവിടെ രാത്രി ഫുൾ ഡേ 24 hour ലൈഫ്. അപ്പോൾ അവിടെ വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സർക്കിളുണ്ട്. അത് മലയാളികളാണ് ഈ സർക്കിൾ അധികം ഉണ്ടാകും, കുറച്ച് ബംഗാളികളുണ്ടാകും. ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിച്ചു വന്നു. എനിക്ക് പക്ഷെ നമ്മൾ രാഷ്ട്രീയ 3 തലമുറയെ കാണുന്ന കുടുംബമല്ലേ, പശു വാല് വെക്കുമ്പോൾ നമുക്കറിയാം എന്താ ഉദ്ദേശം. ഞാൻ വല്ല അവിടെ നോക്കി. പക്ഷേ ഈ പറയുന്ന ഇവരൊക്കെ അധികം ടാർഗറ്റ് ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിള്ളേരുണ്ട്. ഭയങ്കര സുരേഷ് ഗോപി മെൻറ്റാലിറ്റി ആയിട്ട് അനീതിക്കെതിരെ പ്രതികരിക്കണം വിചാരിച്ച് നടക്കുന്നത്. ഇപ്പോൾ JNUവിൽ ഒരു സാധാരണക്കാരൻ അഡ്മിഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ഇന്റലക്ച്വലി സ്ട്രോങ് ആയാൽ മതി. നിങ്ങൾക്കത് നല്ല ഇംഗ്ലീഷ് പോലും ആവണമെന്നില്ല. നിങ്ങൾക്കത് അവർക്ക് ടീച്ചേഴ്സിന് മനസ്സിലാവുന്ന രീതി എഴുതി ഫലിപ്പിക്കാൻ പറ്റിയാൽ അവർ നിങ്ങളുടെ ഈ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവും ഈ കുട്ടിക്ക് നല്ല സ്പാർക്കുള്ള കുട്ടിയാണ്, പക്ഷേ ലാംഗ്വേജ് സ്കില്ല് കുറവാണ്. അത് അവർക്ക് ഉണ്ടായിത്തരാൻ പറ്റും. അപ്പോൾ അവർക്ക് അഡ്മിഷൻ കിട്ടും. അതാണ് JNU. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾ അങ്ങനെ കിട്ടില്ല, എലീറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ JNUവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ബെൻസ് ആകും കൊണ്ട് അവിടെ പോയ ഒരു വിലയില്ല. പക്ഷേ ആ സമയത്ത് നിങ്ങൾ നടന്നു പോകുന്നതിനോട് വില കൂടുതലാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായൊരു ക്യാമ്പസ്. നമ്മുടെ കൂടെ പഠിക്കുന്ന ചിലപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ മോളോമാനായിരിക്കും. പക്ഷേ ആ കുട്ടി ഒരിക്കലും ഡയമണ്ട് നെക്ലേസ് തൊട്ട് അവിടെ വരില്ല. അവിടെ നെഗറ്റീവാണ്. അവിടെ രാഷ്ട്രീയത്തിലൊന്നും അടി ഉണ്ടാവില്ല. ഇവിടെ പല ക്യാമ്പസിൽ SFIക്കാരനൊക്കെ ജയിക്കണമെങ്കിൽ തല്ലുണ്ടാക്കണം, പേടി നടത്തുന്നത്. അവിടെ തല്ലുണ്ടാക്കുന്നത് ജയിക്കില്ല. ഒരു തല്ലുണ്ടാക്കിയാണ് SFI ഇല്ലാതായത് അവിടെ. അത് ബുദ്ധദേവ് ഭട്ടാചാര്യ പണ്ട് നന്ദിഗ്രാമിൽ, ആ സമയം ഞാനോടുള്ള സമയത്താണ്, നന്ദിഗ്രാമിൽ പിന്നെ ജനങ്ങളെ ലാത്തിച്ചാർജ് ചെയ്തല്ലോ. അത് ഞാനുൾപ്പെടെയുള്ള ഇടതുപക്ഷക്കാർ, ഞാൻ SFIയിലൊന്നും സജീവമായിട്ടൊന്നുമില്ല, സിവിൽ സർവീസൊക്കെ നോക്കുകയായതുകൊണ്ട് ലെഫ്റ്റിലുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധദേവിനെ വലിയ ഇഷ്ടമാണ്. എനിക്ക് CPMനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. CPI ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും എനിക്ക് മാനസികമായിട്ടൊരു അടുപ്പം SFIയിലായിരുന്നു ഉണ്ടായത്. CPI ആയിട്ടൊരു CK ചന്ദ്രപ്പനായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പുറത്തുള്ളൊരു ബന്ധം. അപ്പോൾ ഞാനെല്ലാം ആ ഒരു പിന്നെ ജാഥയിലുണ്ടായിരുന്നു, ബുദ്ധദേവിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്. ഞങ്ങൾ ആ യാത്ര നടത്തിയ അവസാനം അവിടെ പെരിയാർ ദാവയാണ്. അവിടെ ഈ ഹോസ്റ്റലുകൾക്കെല്ലാം തന്നെ നദികളുടെ പേരാണ്. ജലം, പെരിയാർ, കാവേരി എന്നൊക്കെ തോന്നുന്നു. കാവേരി ദാവേനെ അവിടെ എത്തിയ സമയത്തിന് നോക്കിയപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള ഇൻ്റലക്ച്വൽസ് എല്ലാം കൂടി ഇന്നുകൊണ്ട് ഇടതുപക്ഷത്ത് ഈ SFIക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. ബുദ്ധദേവ് മൂത്താബാദ് എന്ന് വിളിക്കുന്നു, SFI മൂത്താബാദ്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് SFIയുടെ പരാജയം. ആ പരാജയത്തിൽ നിന്നാണ് പിന്നെ ഐസ അതുവരെ ഒരു അണ്ടർഡോഗായിരുന്നു. ഐസ ഈ പണ്ടത്തെ ഈ CPMന് ചത്തുപോയ CPM ആണ് ഐസ. ഈ വെറുതെ വിപ്ലവം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രാക്ടിക്കൽ അല്ലാത്ത പിണറായിൻ്റെ മുമ്പുള്ള ഒരു CPM ഉണ്ടല്ലോ, അതാണ് ഐസ എന്ന സംഭവം. പക്ഷേ ഈ കുട്ടികൾക്ക് സംബന്ധിച്ച് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള നടക്കാത്ത കാര്യങ്ങൾ ഈ ഉട്ടോപ്യ ഭയങ്കര താല്പര്യമാണല്ലോ. ആ ഏജിലൊക്കെ എനിക്കും താല്പര്യമാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയതുകൊണ്ട് എനിക്ക് ഞാൻ അവർക്ക് ചായയൊക്കെ മേടിച്ചു കൊടുക്കുകയല്ലാതെ അവർ ഐഡിയോളജിക്കലി അവരെ ഒത്തുപോകില്ല. എനിക്ക് അവരെ ഈ തോക്കും കോയിലും അവരിപ്പോൾ തോക്കും കോയിലൊക്കെ വിട്ട് കേട്ടോ.
എങ്കിൽ പോലും അതിൻ്റെ ഒരു സാധനം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പണ്ടത്തെ CPM പോലെ. അപ്പോൾ ഇവർ ഇതോട് കൂടിയിട്ട് SFIൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ആത്മാർത്ഥമുള്ള ആളുകൾ മൊത്തം അവിടെ പോയി. അപ്പോൾ എന്നെ പോലെയൊക്കെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്ത് ഈ ഒഫീഷ്യൽ SFIൻ്റെ കൂടെ വന്നു. അങ്ങനെയാണ് SFI പോവുകയും അവിടെ ഐസ വരികയും പിന്നെ ഐസയുടെ ഒരു സഖ്യകക്ഷിയായിട്ടാണ് SFI പിന്നെ അവിടെ വന്നത്. പിന്നെ ഈ AISM എന്ന സാധനം അവിടെ ഇല്ല. ആ പടം എനിക്ക് തോന്നുന്നുണ്ട് ഒരു കമ്മിറ്റി കൂടിയാൽ 30 ആളുണ്ടാവും പരമാവധി. ആ 30 ആളുകളിൽ തന്നെ ആ ഇലക്ഷൻ എന്താ കിട്ടുന്ന 100 വോട്ടാണ്. പിന്നെ കനയ്യകുമാർ എങ്ങനെ ജയിച്ചു എന്ന് വെച്ചാൽ അവിടെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെയാണ് ഇലക്ഷൻ. അതായത് നിങ്ങളിപ്പോൾ നാളെ പോയിട്ട് രജനി നാളെ പോയിട്ട് നാളെ ഹിന്ദിയിലൊക്കെ ഒരു പ്രസംഗം ഹോയ് ബായോ ബഹനോ എന്നൊക്കെ വന്നിട്ട് നരേന്ദ്രമോദി ചിലപ്പോൾ അവിടെ നിന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ അയാളെ ജയിച്ചു. നിങ്ങളുടെ ഒടുക്കത്തെ പ്രസംഗം ഹിന്ദിയിൽ. അപ്പം അതേപോലെ ഒരു പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ പിള്ളേർ കൂടെ വെക്കും. ഇടതുപക്ഷം ഇതിൻ്റെ ഇടതുപക്ഷക്കാരാണെങ്കിൽ അങ്ങനെ കനയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ അങ്ങനെയാണല്ലോ ഒബാമ ജയിച്ചത്. അപ്പത്തൊന്ന് ഹിലാരിയാണ്, പക്ഷെ ഒബാമ നല്ല പ്രാസംഗികനാണ്. അപ്പോൾ അങ്ങനെയാണ് കനയ്യകുമാർ ജയിച്ചത്. അതൊരു വൺസിൻ്റെ ബ്ലൂ മൂൺ എന്നൊക്കെ പറയുന്ന പ്രതിഭാസമാണ്. പിന്നെ കനയ്യകുമാറിൻ്റെ ഭാഗ്യത്തിന് ആ സമയത്ത് BJP അധികാരത്തിൽ വരികയും BJP ഈ JNUവിൽ ഇവന്മാരൊരു പ്രശ്നം ഉണ്ടാക്കി BJPക്കാർ അതിലേക്ക് കടിക്കുകയും അങ്ങനെ കനയ്യകുമാർ നാഷണൽ സ്റ്റാറായി മാറുകയും അങ്ങനെ കനയ്യകുമാറിൻ്റെ കൂടെ അന്ന് വെറുതെ അവിടെ മണ്ണും ചേരുന്ന ചില ആളുകൾ വേറെ ചില സ്ഥലത്ത് വലിയ JNUക്കാരായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കനയ്യകുമാർ പിന്നെ ആ പാർട്ടി വിട്ടു, അദ്ദേഹം കോൺഗ്രസ്സിൽ പോയി. മറ്റവരൊക്കെ അതായത് പാർട്ടികൾ തന്നെ ഉണ്ട്, അതിൻ്റെ ഗുണം കിട്ടിയുള്ള പാർട്ടി തന്നെ ഉണ്ട്. അതാണ് എൻ്റെ സ്ഥിതി. അത് കഴിഞ്ഞിട്ട് ഈ ഐസ പോകുന്നത് ഈ പറയുന്ന കാലഹരണപ്പെട്ട ലെഫ്റ്റ് ഡ്രീം ഇപ്പോഴും പിള്ളേരിൽ സുരേഷ് ഗോപി ഭരചന്ദ്രൻ എന്നുള്ളത് സുരേഷ് ഗോപിൻ്റെ ആ കാലഘട്ടത്തിലെ ക്യാരക്ടറാണ്. ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഭരചന്ദ്രൻ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പോകുന്നു. കാരണം ആ കാലഘട്ടം മാറി, ഏജ് മാറി. ഇനിയിപ്പോൾ ഗോകുൽ വന്ന് ചെയ്താൽ ഓടണം. ആ ഏജിൽ ഭരചന്ദ്രൻ ഓക്കെയാണ്, എല്ലാം നമുക്ക് മാറ്റി മാറി. അങ്ങനെ ഒരു വിഭാഗത്തിൽ അവിടെ JNU വരുന്ന പിള്ളേർ കുറച്ച് ഇൻ്റലക്ച്വലി സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പിള്ളേരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ റിയാലിറ്റി കൂടുതൽ തിരിച്ചറിഞ്ഞ ആളുകളാണ്. അപ്പോൾ അവിടെ ഭയങ്കര അദാനിയുടെ മോൾ അവിടെ വന്നാലും ചിലപ്പോൾ അവൾ ഇടതുപക്ഷക്കാരിയായി മാറും. റിയാലിറ്റി വേറെ ഒന്നല്ലേ ലൈഫിൻ്റെ. പക്ഷെ ആ റിയാലിറ്റി മാത്രമേ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പിള്ളേർ അങ്ങനെയാണ് ഒരു ലെഫ്റ്റിനോടെ മേൽക്കൈ കിട്ടുന്നത്. അതേസമയം തന്നെ സോഷ്യൽ സയൻസ് ഒന്നും അത്ര പരിചയമില്ലാത്ത പിള്ളേരുടെ ഇടയിൽ ABP വളരെ സ്ട്രോങ് ആണ്. ABP എനിക്ക് ഞാനവിടെ പോകുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു യൂണിയൻ അവർ കിട്ടിയില്ല. പ്രസിഡന്റ് എന്നാണ് അവർ പറയുക. ചെയർമാൻ നമ്മൾ പറയുന്നത് പ്രസിഡന്റ് എന്ന് പറയും. ഒരിക്കലും ABP കിട്ടിയിരുന്നു. പിന്നെ തിരിച്ചു പിടിച്ചതാണ്, SFI തിരിച്ചു പിടിച്ചതാണ്. ഇപ്പോൾ ABPയുടെ വളർച്ച നിങ്ങൾ ഈ റിസൾട്ട് ഇപ്പം കേട്ടതനുസരിച്ചിട്ട് നമ്മൾ കാണുന്നത് കൗൺസിലർമാരാണ്. കൗൺസിലർമാരുടെ എണ്ണത്തിൽ മുമ്പും കൗൺസിലർമാർ ABPക്ക് ഉണ്ടായി. ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷെ അവിടെ പ്രധാനമായിട്ടുള്ള അവിടെ ഇലക്ഷൻ നടത്തുന്നത് യൂണിവേഴ്സിറ്റി അല്ല, പിള്ളേർ തന്നെയാണ്. അങ്ങനെ പ്രത്യേകം യൂണിയൻ ഇലക്ഷൻ നടത്തുന്നത് ആ സമയത്ത് പിള്ളേരുടെ ഒരു കമ്പനി ഉണ്ട്, അവരാണ് ഈ ഇലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ഇലക്ഷനിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പോലെ ഡിബേറ്റുകളൊക്കെയാണ്. രാത്രി മൊത്തം നീണ്ടിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റും ഒക്കെ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മളിപ്പം നോക്കും ABP സമയം പ്രത്യേകിച്ച് ഈ കൗൺസിലറുടെ എണ്ണം കൂടിയെന്നല്ലാതെ അവർക്ക് വേറെ പ്രത്യേകം വെച്ചോണ്ടായില്ല. പ്രധാനപ്പെട്ട സീറ്റുകൾ ഒന്നോ മറ്റാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതൊരു മെസ്സേജാണ്. കാരണം ABPയെ സംബന്ധിച്ച് അത് ആശ്വസിക്കാൻ വേണ്ടത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഓൾറെഡി അവിടെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് അവർക്കുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അത് പലപ്പോഴും ചിലപ്പോൾ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാറില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ചതിന് അത്ര വോട്ടായിട്ട് വരാറില്ല, അങ്ങനെയൊക്കെ പ്രശ്നം. പക്ഷേ ഇത്തവണ അവർക്ക് കൂടുതൽ കൗൺസിലർ സ്ഥാനങ്ങൾ കിട്ടിയ സമയത്ത് അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ളൊരു മണ്ഡലം ഉണ്ടാവും. പക്ഷേ പ്രോബ്ലം കിടക്കുന്നത് JNUവിൻ്റെ മനസ്സൊരു ലെഫ്റ്റ് മനസ്സാണ്, കുറച്ചുകൂടി ഓർത്തഡോക്സ് ആയിട്ടുള്ള ലെഫ്റ്റാണ്. ഇപ്പോൾ എന്നെ പോലുള്ള ലെഫ്റ്റിനെ പോലെ അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നെയൊക്കെ അവർ വിളിക്കൊരു എന്താണ് ഹോണോ ക്യാപിറ്റലിസ്റ്റ് എന്നായിരിക്കും അവരിപ്പം അവർ വിളിക്കാൻ സാധ്യത. അപ്പം അതുകൊണ്ട് കോണി ക്യാപിറ്റലിസ്റ്റ് എന്നാണ് ഇപ്പോൾ അവർ ഇപ്പം എന്നെ മാത്രമല്ല ഇവിടുത്തെ CPM-കാരൊക്കെ അവരങ്ങനെയാണ് വിളിക്കാൻ സാധ്യത. ഞാൻ CPM തന്നെയാണ്. ഏതാണ്ട് ഞാനായിട്ട് ഒത്തുപോകുന്നത് കേരളത്തിലെ CPM-ൻ്റെ ഒരു വികസന സങ്കല്പക്കാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഞാൻ CPM ഒന്നല്ല, വെറുതെ അവർക്ക് നാണക്കേട് ഉണ്ടാക്കട്ടെ. അതുകൊണ്ടാണ് നമ്മൾ നാളെ പോയിട്ട് ഒരു തല്ലുണ്ടാക്കി വെറുതെ ഉണ്ടാക്കി CPM തല്ലുണ്ടാക്കിയെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല, നമ്മളവരെ പാർട്ടി ഒന്നല്ല. ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒരു ക്രൂഡായിട്ടുള്ള പഴയ BS ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ആണ്. അവിടെ BS-നായിരുന്നു സ്വാധീനം കൂടുതൽ. ഔട്ട്സൈഡ് പൊളിറ്റിക്സ് യൂണിവേഴ്സിറ്റികളിൽ എത്രമാത്രം അല്ല, ഔട്ട്സൈഡ് പൊളിറ്റിക്സ് എന്നതിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ്, ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന ഇഷ്യൂസ്, ദാരിദ്ര്യം ഇത്തരം വിഷയങ്ങളാണ് അവിടെ ജനങ്ങളെ സ്റ്റുഡൻസിൻ്റെ കൺസേൺ ആവുക. പിന്നെ അവിടുന്ന് മാറി IAS IPS ഒക്കെ കിട്ടിയുള്ള അവിടെ വലിയ ഞങ്ങളൊന്നും പോരാന്ന് പറഞ്ഞ സോഷ്യലിസം പറഞ്ഞു നടന്ന ഒരാളുണ്ട് ഇവിടുത്തെ. അവന് കല്യാണം കഴിച്ചത് ഒരു ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണിനെ മതം മാറ്റി. എന്നിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ എംബസിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയൻ്റെ, ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ്റെ റെക്കമെൻഡേഷനിൽ അമേരിക്കൻ എംബസി ജോലിക്കാരനായി കയറി. അവനിപ്പോൾ
സാമ്രാജ്യത്തിനെതിരെ മോഡിക്കെതിരെ ഭയങ്കരമായി സംസാരിക്കുന്ന ആളാണ്. എടാ മിനിമം അന്തസ് വേണ്ട. സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ സീനിയറായിരുന്നു. ഇവിടെ ആളുകൾ അത്യാവശ്യം അറിയാവുന്ന ബുദ്ധിജീവിയാണ്. എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കേട്ടോട്ടെ, ജീവിതത്തിൽ മിനിമം ഒരു അന്തസ് വേണ്ടേ. അവിടെ ഭയങ്കര ഈ SFI ഒന്നും പറ്റില്ല. അതിലേക്കൊണ്ട് വലിയ ഇടതുപക്ഷക്കാരൻ മാവോയിസ്റ്റ്. എന്നിട്ടൊരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. എന്നിട്ടാണോ മതം മാറ്റി. ഓക്കെ, ഒന്നാമത്തത്. അത് കഴിഞ്ഞിട്ടോ അമേരിക്കൻ എംബസിയിൽ ജോലിക്ക് പോയി. ഇതൊക്കെ എങ്ങനെ ഒത്തുപോകും? എന്നിട്ട് ഞങ്ങളൊന്നും പോരാ. എന്നിട്ട് മോഡിക്കും ഇമ്പീരിയൽസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക. അതങ്ങനെ എനിക്ക് അറിയായിട്ട് വയ്ക്കുക. അങ്ങനെയുള്ളത്. അപ്പോൾ അവിടുന്ന് മാറിക്കഴിഞ്ഞവരൊക്കെ സ്വഭാവമാവും. പക്ഷെ അവിടുത്തെ ഒരു ആംബിയൻസിൽ അവർ ലെഫ്റ്റ് ആയിട്ട് ABVPക്ക് അവിടെ മുമ്പത്തെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ശക്തിയിലേക്ക് ഇപ്പം തിരിച്ചു വരാൻ പറ്റാത്തത് ആ ഒരു JNUവിനെതിരെ SFI യുദ്ധം പ്രഖ്യാപിച്ചു, BJP യുദ്ധം പ്രഖ്യാപിച്ചതോടെ എങ്കിൽ JNU ആയിരിക്കണം എന്നുള്ള ഒരു JNU ഒരു ഫീലുണ്ട്. അപ്പൊ അവരുടെ ഒരു മുന്നേറ്റം ഒരു മോദി തരംഗവും കൂടെ ആയിക്കൂടെ? കാരണം എപ്പോഴും യുവജനങ്ങളുടെ ഇടയിൽ മോദി എപ്പോഴും ഒരു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മെയിൻ സീറ്റുകൾ വരുന്നില്ല? മാത്രമല്ല ഇപ്പം യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനൊക്കെ BJP പിടിച്ചടക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും വരുന്നില്ലല്ലോ. പക്ഷേ താൽക്കാലികമായിട്ട് ഒന്ന് ആശ്വസിക്കാൻ വകയുണ്ട്. അത് അടുത്ത ഇലക്ഷനൊക്കെ വരട്ടെ എങ്കിലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം നിലവിൽ ഒന്ന് ആശ്വസിക്കാൻ വകയുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.